എവ്രിവൺ. സോ നമ്മൾ നമ്മുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് സബ്ജക്റ്റിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് വന്നിരിക്കുന്നത്. 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ 5th ലെസണിൻ്റെ ലാസ്റ്റ് ടോപ്പിക്സിലേക്കാണ് ഇനി നമുക്ക് കുറച്ച് റൂൾസും ആക്ടും ഒക്കെയാണ് പഠിക്കാനുള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് NPE 1968 റെക്കമെൻഡേഷൻസ് ആണ്. NPE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1968 നമ്മുടെ ടീച്ചേഴ്സ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആണെങ്കിലും അത് കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ആക്ടുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1968 റെക്കമെൻഡേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു റെക്കമെൻഡേഷൻ കൂടി വരുന്നുണ്ട് അടുത്ത NPEയുടെ. സോ 1968 എന്ന് ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല, ഒക്കെ നമുക്ക് അറിയുന്ന ജനറലായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതെന്ത് ചെയ്യുക, സബ് ഹെഡിങ് ഇടുക, നീട്ടി വലിച്ച് കഥ എഴുതി വയ്ക്കുക, അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളൂ. ഈ ബോൾഡാക്കി കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ഒന്ന് സബ് ഹെഡിങ് ആയിട്ട് നീറ്റായിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. വല്ല പൂവും കായൊക്കെ വരച്ച് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. The National Policy on Education of 1968 in India had several recommendations including. അപ്പോൾ നമ്മുടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ കുറേ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ. പണ്ടുള്ള കാലത്തൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, പൈസ ഉള്ളവർ പഠിക്കും, വലിയ അതായത് ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രമൊക്കെയാണ് പഠനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഈ പോളിസി വന്നതിന് ശേഷമാണ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ. അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. ഇതിലെന്താ പറയുന്നത്? The policy aimed to provide free and compulsory education for all children up to the age of 14. It also sought to reduce school wastage and stagnation and ensure that all enrolled children complete their prescribed course. അപ്പോൾ എന്താണ് ഇത്? നിങ്ങൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പഠിച്ചപ്പോൾ അതിൽ കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 5 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് നമ്മുടെ നാഷണൽ പോളിസി പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആവശ്യാനുസരണത്തിനുള്ള സ്കൂളുകൾ നമ്മൾ ഓരോ സ്ഥലത്ത് ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബിൽഡിങ്സ് പ്രൊവൈഡ് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള ടീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. മാത്രമല്ല നമ്മൾ ഈ 14 വയസ്സ് വരെ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടീനെ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ചേർത്തിയ കുട്ടികളെല്ലാം ഇടയിൽ വെച്ച് ഡ്രോപ്പ് ചെയ്യാതെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞതായിരുന്നു ഒരു റെക്കമെൻഡേഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷൻ. പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, നിങ്ങളുടെ ചേച്ചിമാരോ അല്ലെങ്കിൽ അമ്മായിമാരൊക്കെ ഉള്ള സമയത്ത് അവർക്ക് BEd പഠിക്കുന്ന സമയത്ത് 1 ഇയർ ടീച്ചർ എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇപ്പം അത് 2 വർഷമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, 4 വർഷമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. BEd ഒക്കെ ഇനി 4 വർഷമാക്കാൻ പോവുകയാണ്. സോ ഈ നമ്മുടെ NPE 1968 റെക്കമെൻഡേഷൻ പ്രകാരം ദ പോളിസി റെക്കമെൻഡഡ് പ്രൊവൈഡിങ് improving the status and training of teachers and ensuring they receive adequate emoluments and service condition. എന്താണ് അപ്പോൾ പ്രോപ്പർ ട്രെയിനിങ്ങും ടീച്ചേഴ്സിനാണെങ്കിലും BEd ആണെങ്കിലും TTC ആണെങ്കിലും എല്ലാം പ്രോപ്പർ ട്രെയിനിങ് എല്ലാം ടീച്ചേഴ്സിന് കിട്ടുന്നുണ്ട്. ഈവൻ ജോബിൽ കയറിയാലും ഇപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സൊക്കെ ഫാമിലിയിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ക്ലസ്റ്റേഴ്സ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെക്കേഷൻ ടൈമിലാണെങ്കിൽ അവർക്ക് കോഴ്സുകളുണ്ട്. സോ അത്തരത്തിലുള്ള പ്രോപ്പർ ട്രെയിനിങ് എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. മാത്രമല്ല ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധന ജംഗമ വസ്തുക്കളെല്ലാം, അതേപോലെ തന്നെ അവരുടെ സർവീസ് കണ്ടീഷൻസ്, ഇതെല്ലാം പ്രോപ്പറാണ്, അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് തന്നെ അവർക്ക് ജോബ് കൊടുക്കുക. അതായത് ഇപ്പോഴൊക്കെ നോക്കുകയാണെങ്കിൽ LP പഠിപ്പിക്കണമെങ്കിൽ TTC, UP ഹൈസ്കൂളൊക്കെ ആണെങ്കിൽ BEd, അങ്ങനെയല്ലേ. BEd ഉള്ള ഒരാൾക്ക് TTC ഇല്ലാന്നുണ്ടെങ്കിൽ LPയിൽ പഠിപ്പിക്കാൻ പറ്റില്ല. സോ അത്തരത്തിൽ ടീച്ചർ എഡ്യൂക്കേഷൻ, ടീച്ചറുടെ പ്രൊഫഷനും ടീച്ചറുടെ എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് കോറിലേറ്റ് ചെയ്യുക, പ്രോപ്പർ സർവീസ് കണ്ടീഷൻസ് കൊടുക്കുക, അതെല്ലാം നമുക്ക് ഈ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ എഴുതാൻ പറ്റും കേട്ടോ.